എന്തിനാണ് നിങ്ങളെ നെഞ്ചിലിട്ട് ഇങ്ങനെ പെരുക്കി ഭാരമാക്കുന്നത്? അതങ്ങ് എക്സ്പ്രസ് ചെയ്യും. അത് ദേഷ്യമാവട്ടെ, നിരാശയാവട്ടെ, പ്രണയമാവട്ടെ, സങ്കടമാവട്ടെ, ഹൃദയവേദനയാകട്ടെ, പിരിയലുകളാകട്ടെ, ഇണക്കങ്ങളാകട്ടെ, ഒരാളോട് പറയപ്പെടാതെ പോയതാകട്ടെ, അതങ്ങ് ഹൃദയത്തിൽ നിന്ന് റിലീസ് ചെയ്യും. അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയില്ല. കരഞ്ഞു തീർക്കാനുള്ളത് കരഞ്ഞു തീർക്കണം, എങ്കിലേ ആശ്വാസം കിട്ടും. ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ സങ്കടം വരികയാണ്, നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ഇന്ന് കരയുമായിരുന്നു, നമുക്ക് വേറെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇതൊരു ആശ്വാസമായിരുന്നു. പിന്നെ വളരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് നമുക്ക് ആ നിരാശയെ കരഞ്ഞു തീർക്കാനാകാത്തത്? വളർന്നു എന്നതുകൊണ്ട് കരയരുത്, ആണായത് കൊണ്ട് കരയരുത്, പെണ്ണായത് കൊണ്ട് കരയരുത് എന്നൊന്നുമില്ല. ഈ പ്രായത്തിൽ കരഞ്ഞുകൂടാ, അങ്ങനെയൊന്നുമില്ല. കരയേണ്ടിടത്ത് നിങ്ങൾക്ക് സങ്കടം വരികയാണ്, നിങ്ങൾക്ക് ഈ പ്രശ്നം കരഞ്ഞു തീർത്താൽ നന്നാവും എന്ന് തോന്നുകയാണെങ്കിൽ കരയുന്നേ. ഒരിടത്തിരുന്ന് നമ്മുടെ ആയിട്ടുള്ള മാത്രമുള്ളൊരു സ്വകാര്യതയിലിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനെ തുറന്നു വിട്ടത്. ഒരാളോട് പറയാതെ ബാക്കി വെക്കുന്ന ഇമോഷൻസ്, ഒരാളോട് 2 വഴക്കൊക്കെ പറഞ്ഞ ആ ബന്ധം അങ്ങ് വീണ്ടും ഇണങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ഒരാളോട് ഹൃദയം തുറന്ന് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്, സംസാരിക്കപ്പെടണം. അതെന്തിന് എക്സ്പ്രസ് ചെയ്യപ്പെടായിരുന്നു? വെന്റിലേറ്റ് ചെയ്യണം പിള്ളേരെ. നമ്മൾ ഹൃദയത്തിന് ഇങ്ങനെ ഇട്ട് ഭാരം കൂട്ടുക, നമ്മുടെ ആരോഗ്യം പോകുള്ളൂ. എക്സ്പ്രസ് ചെയ്യണം ഇമോഷൻസ്, ഇല്ലെങ്കിൽ അത് നമുക്കാണ്